ഇടുക്കി റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ക്രിസ്മസ് സ്പെഷ്യലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വൈനിൻ്റെ റെസിപ്പി കൊണ്ടാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു വൈനാണ്. ഭയങ്കര ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്, കുടിക്കാനായിട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീടുകളിൽ തന്നെ നമുക്ക് ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. നല്ല എളുപ്പമാണ്. ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമുക്ക് നല്ല കളർഫുള്ളായിട്ടുള്ള ഈ ഒരു പ്ലം വൈന് എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കിയാലോ. അപ്പം നമ്മളുടെ പ്ലം വൈൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പ്ലം വാങ്ങിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 2 കിലോയോളം വരും കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുള്ള പ്ലം. നല്ല പഴുത്ത നല്ല നിറമാണ് കണ്ടോ, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഇതൊന്ന് വാഷ് ചെയ്ത് വൃത്തിയാക്കി എടുക്കാം കേട്ടോ. നമുക്ക് വൈൻ ഉണ്ടാക്കാൻ എത്രത്തോളം ആവശ്യമാണോ അത്രത്തോളം നമുക്ക് എടുക്കാം. അതിനനുസരിച്ച് നമുക്ക് ബാക്കിയുള്ള ചേരുവകളെല്ലാം ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ പ്ലം ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കിലോയോളം പ്ലമ്മാണ് എടുത്തിരിക്കുന്നത്. അത് വാഷ് ചെയ്തിട്ട് നമുക്ക് നല്ല രീതിയിൽ വൃത്തിയായിട്ട് വാഷ് ചെയ്തെടുക്കണം. പുറത്തുനിന്ന് വാങ്ങിക്കുന്ന സാധനങ്ങളൊക്കെ നമുക്ക് അറിയാമല്ലോ, നല്ല ക്ലീനാക്കി എടുക്കേണ്ടതിൻ്റെ ആവശ്യകത. അപ്പോൾ എന്താ, നമ്മളുടെ പ്ലം ഇവിടെ നന്നായിട്ട് കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പ്ലമ്മിനെ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാം. അതിൻ്റെ ആ ഒരു കുരു ഞാൻ ഉപയോഗിക്കുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് മുഴുവനായിട്ട് വേണമെങ്കിലും ഒരുപാട് പ്ലമ്മൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മുഴുവനായിട്ടൊക്കെ ഇടുന്നവരുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ മുറിച്ചതിന് ശേഷം ആ ഒരു കുരു മാറ്റിയതിന് ശേഷം അതിൻ്റെ ആ ഒരു പ്ലമ്മിൻ്റെ ആ ഒരു നമുക്ക് ആ ഒരു കഴിക്കാനുള്ള ഭാഗം ഉണ്ടല്ലോ, അത് മാത്രം നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ എടുത്ത് നമുക്ക് ആ കുരു ഒന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. നല്ലൊരു വൈനായിരുന്നു. ഞാൻ സാധാരണ പ്ലം ഇടാറില്ലായിരുന്നു. ഞാൻ എപ്പോഴും ഇടുന്നത് മുന്തിരിയായിരുന്നു. പക്ഷേ ഇത്തവണ ഞാനൊന്ന് പ്ലം ഇട്ട് നോക്കിയതാണ്. ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാനായിട്ട്, കുടിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് 7 ദിവസമാണ് കേട്ടോ ഞാൻ വെച്ചത്. 7 ദിവസം കൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റിലേക്ക് എനിക്ക് കിട്ടി. അപ്പോൾ 7 ദിവസമോ 14 ദിവസമോ അങ്ങനെ ആ ഒരു കണക്കനുസരിച്ച് വെച്ച് കൊടുത്താൽ മതിയാകും. 7 ദിവസം കൊണ്ട് തന്നെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വൈൻ എനിക്ക് ഈ ഒരു പ്ലമ്മിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാ കുരുവും മാറ്റിയതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം. നല്ല യഥാർത്ഥത്തിലുള്ള വൈൻ ഇടുന്നതിന് നമ്മൾ പ്ലമ്മിൽ വെള്ളം ഒന്നും ചേർക്കുന്നില്ല. പ്ലം മാത്രമാണ് ഉപയോഗിക്കുന്നത്. അതിൽ നിന്ന് ഊറി വരുന്ന ആ ഒരു വെള്ളമാണ് നമുക്ക് വൈനായിട്ട് കിട്ടുന്നത്. പക്ഷേ ഞാനിതിനകത്ത് കുറച്ച് വെള്ളവും കൂടി ചേർത്താണ് റെഡിയാക്കുന്നത്. നമുക്ക് വേഗം ഇൻസ്റ്റൻ്റായിട്ട് കുടിക്കാനായിട്ട് പറ്റുമല്ലോ. അപ്പോൾ പ്ലമ്മൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം ഞാനിതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു വലിയ പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 2 ലിറ്ററോളം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സാധാരണ നമ്മളുടെ നോർമൽ വാട്ടർ നല്ല ചൂടുകട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് വെള്ളം ഒന്ന് ചൂടാകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ആ വെള്ളത്തിലേക്ക് ആവശ്യത്തിന് സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ആദ്യമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഗ്രാമ്പുവാണ് കേട്ടോ. ഒരു 7 ഗ്രാമ്പുവോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ചേർത്ത് കൊടുക്കേണ്ടത് കറുവപ്പട്ടയാണ്. കറുവപ്പട്ടയുടെ അളവ് പ്രത്യേകം ശ്രദ്ധിക്കുക, കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട മതിയാകും. ആ ചെറിയൊരു നമ്മളുടെ വൈനിനൊരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. കൂടുതലായിട്ടുണ്ടെങ്കിൽ കുറച്ച് വീര്യം കൂടുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാനൊരു ചെറിയ കഷ്ണമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ് കേട്ടോ. പഞ്ചസാരയുടെ അളവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന പ്ലമ്മിനനുസരിച്ചിരിക്കും. പ്ലമ്മിന് മധുരം കുറവാണെങ്കിൽ നമുക്ക് പഞ്ചസാരയുടെ അളവ് കൂട്ടേണ്ടതായിട്ട് വരും. നല്ല കൂടുതൽ നമ്മൾ സാധാരണ മുന്തിരി വൈൻ ഉണ്ടാക്കുന്നതിനേക്കാളും കൂടുതൽ പഞ്ചസാര എന്തായാലും നമുക്ക് ഈ ഒരു പ്ലം വൈനിന് ആവശ്യമായിട്ട് വരും. കാരണം പ്ലമ്മിന് സാധാരണ പൊതുവേ കുറച്ച് മധുരം കുറവാണ്. അപ്പം പഞ്ചസാരയുടെ അളവ് നിങ്ങൾ കറക്റ്റാക്കി എടുത്തുകൊള്ളുക. എനിക്കൊരു ഏകദേശം ഒരു 1.5-1.25 കിലോയോളം വേണ്ടി വന്നു കേട്ടോ. അത്രയും നന്നായിട്ട് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടാണ് മധുരം വന്നത്. കാരണം ഇരിക്കും തോറും ഇതിൻ്റെ മധുരം കുറഞ്ഞു പോവുകയാണ്. വൈനായി വരും തോറും മധുരം കുറയുമായിരുന്നു ചെയ്തിരുന്നത്. അപ്പം അഥവാ ഇനിയും കുറഞ്ഞു പോവുകയാണെങ്കിൽ കുഴപ്പമില്ല, പഞ്ചസാര നന്നായിട്ട് നമുക്ക് മെൽറ്റാക്കിയതിന് ശേഷം ഒഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മളുടെ തിളച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു വെള്ളത്തിലേക്ക് നമുക്ക് ആദ്യമായിട്ട് പ്ലം ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളുടെ വൈനായി വരുംതോറും പഞ്ചസാരയുടെ ആ ഒരു മധുരം കുറഞ്ഞു വരും നമ്മളുടെ വൈനിന്. അതുകൊണ്ട് നിങ്ങൾ പഞ്ചസാര ചേർക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ മുന്നോട്ട് നിൽക്കുന്ന രീതിയിൽ തന്നെ ചേർത്ത് കൊടുക്കുക. വൈനായി വരുമ്പോഴത്തേനും കറക്റ്റായിട്ട് പാകമായിട്ട് വന്നോളൂ കേട്ടോ മധുരം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. മധുരത്തിൻ്റെ അളവ് കുറച്ച് കൂടുതലായിരിക്കണം നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല.
അപ്പോൾ അതാ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മളുടെ വൈൻ ഇവിടെ കുക്കാകുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മളുടെ ഭരണിയൊക്കെ റെഡിയാക്കി വെക്കാം. ഒട്ടും വെള്ളമയമില്ലാത്ത നന്നായിട്ട് ഉണങ്ങി വെയിലത്ത് വെച്ച് ഉണക്കിയ ഭരണി വേണം ഇതിനായിട്ട് എടുക്കാനായിട്ട്. തുള്ളി പോലും വെള്ളത്തിൻ്റെ അംശം പാടില്ല. എപ്പോഴും ഗ്ലാസ് ഭരണികളാണ് നല്ലത്, ഗ്ലാസ് ജാറുകളാണ് നല്ലത്. അതുപോലെ തന്നെ നമ്മളുടെ വീട്ടിൽ മറ്റേ പണ്ട് കാലത്തുള്ള ഭരണികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ. അതൊക്കെ നല്ല ടേസ്റ്റാണ് നമ്മളുടെ വൈന് നൽകുന്നത്. അപ്പം ഞാനിവിടെ ഇതുപോലത്തെ ഒരു ഭരണിയിലാണ് ഇട്ട് വെക്കാറ്. അപ്പം നമ്മളുടെ ആ ഒരു പ്ലമ്മൊക്കെ ഇവിടെ നന്നായിട്ട് തിളച്ച് നന്നായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഒരു 10-20 മിനിറ്റ് ഞാനിങ്ങനെ ഒന്ന് റെഡിയാക്കി എടുത്തു കേട്ടോ. മീഡിയം ഫ്ലെയിം ടു ലോ ഫ്ലെയിം മാത്രം വെച്ച് കൊടുക്കുക, ഹൈ ഫ്ലെയിം വെച്ച് കൊടുക്കരുത്. കണ്ടോ, നല്ലൊരു കളർ വന്നിട്ടുണ്ട്. നമ്മുടെ പ്ലമ്മിൻ്റെ കളറൊക്കെ ഇളകി വന്നിട്ടുണ്ട്. നല്ലൊരു കളറാണ് നമ്മളുടെ വൈനിന് കിട്ടുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇനി നന്നായിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. നല്ല രീതിയിൽ തണുക്കണം കേട്ടോ. അതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യാവുള്ളൂ. അപ്പം നമുക്ക് തണുക്കുന്നതിന് വരെ. അപ്പം നമ്മളുടെ പ്ലം ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. കണ്ടോ, അതിൻ്റെ നിറമൊക്കെ കണ്ടോ, നല്ല ചുവന്ന കളറാണ്. ഇനി നമുക്ക് അതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ. തണുത്തതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. 1/2 ടീസ്പൂണാണ് ഞാൻ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ എടുക്കുന്ന പാത്രങ്ങളോ അല്ലെങ്കിൽ ഒട്ടും വെള്ളമയോ ഒന്നിനും കാണാൻ പാടില്ല. ഈസ്റ്റ് എടുക്കുന്ന ഒരു ചെറിയ സ്പൂൺ ആണെങ്കിൽ പോലും നിങ്ങൾ ശ്രദ്ധിച്ചു വേണം ചെയ്യാനായിട്ട്. അതിലും വെള്ളമയം പാടില്ല. ഈസ്റ്റ് ചേർത്ത് കൊടുത്തതിന് ശേഷവും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് നമ്മളുടെ ഭരണിയിൽ അടച്ച് സൂക്ഷിക്കാം. എടുക്കുന്ന സ്പൂണിലും വെള്ളം പാടില്ല കേട്ടോ. ഞാനിവിടെ തടിയുടെ സ്പൂണിലാണ് ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നത്. പിന്നെ ഈ ഒരു ഭരണിയിൽ അടച്ചതിന് ശേഷം നമുക്ക് 7 ദിവസമോ 14 ദിവസമോ അത് ഇഷ്ടമുള്ള ഒരു സമയം നമുക്ക് വെച്ച് കൊടുക്കാം. പണ്ട് വീട്ടിലൊക്കെ നല്ല വലിയ ഭരണികളിലാണ് വൈനൊക്കെ ഇട്ട് തരാറുള്ളത് ഞങ്ങൾക്ക്. അപ്പം അതിൻ്റെയൊക്കെ ടേസ്റ്റ് ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നുണ്ട് കേട്ടോ. നല്ലൊരു ടേസ്റ്റായിരുന്നു. അതിൻ്റെ അത്രയും ടേസ്റ്റ് ഇല്ലെങ്കിലും അതിനോട് ഏകദേശം അടുത്ത് വരുന്നൊരു ടേസ്റ്റ് നമ്മളുടെ ഈ വൈനിനും കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇതേ രീതിയിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ നല്ലൊരു വൈനാണ്. സാധാരണ ഞാൻ ഇടാറുള്ളത് മുന്തിരിയുടെ വൈനായിരുന്നു കേട്ടോ. പക്ഷേ ഇത്തവണ ഞാൻ പ്ലം ഒന്നിട്ട് നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഭയങ്കര ടേസ്റ്റായിരുന്നു. നല്ലൊരു വൈനായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ കുറച്ചും കൂടി ഒരു തിക്നെസ് കൂടുതലുണ്ട്. നമ്മുടെ മുന്തിരി വൈനേക്കാളും കുറച്ചും കൂടി തിക്നെസ് കൂടുതലുള്ളൊരു വൈനായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്ലം ഇട്ട് വെച്ചിരിക്കുന്ന വൈന്. അപ്പോൾ എല്ലാം ഒഴിച്ച് ഞാൻ കുപ്പിയിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുപ്പി അടച്ച് നല്ല ഒരു സ്ഥലത്ത് സൂക്ഷിക്കാം. അപ്പോൾ ഒരുപാട് സൺലൈറ്റ് കിട്ടാത്ത സ്ഥലത്ത് വേണം ഇത് സൂക്ഷിക്കാനായിട്ട്. ഞാനിത് സാധാരണ നമ്മളുടെ അടപ്പ് വെച്ച് അടച്ചാണ് കേട്ടോ വെച്ചത്. തുണിയൊന്നും വെച്ച് കൊടുത്തില്ല. അടപ്പ് നന്നായിട്ട് ടൈറ്റാകാൻ പാടില്ല, ടൈറ്റായിട്ട് അടയ്ക്കാൻ പാടില്ല. അതുപോലെ തന്നെ നമുക്ക് ശ്രദ്ധിക്കാനുള്ളൊരു കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നികപ്പെ നമ്മൾ ഒഴിച്ചു കൊടുക്കാനും പാടില്ല. ആ കുപ്പിയിൽ നിന്നും കുറച്ചിതായി ഇത്രയും ഒരു ഭാഗത്ത് നമുക്ക് ഒരു 1/4 ഭാഗത്തോളം മാത്രമേ നമ്മൾ നിറച്ച് കൊടുക്കാൻ പാടുള്ളൂ. ഭരണിയുടെ മുകൾ ഭാഗത്ത് വരെ നമ്മൾ നിറച്ച് കൊടുക്കാൻ പാടില്ല നമ്മൾ ഒഴിച്ചു വയ്ക്കുന്ന വൈന്. അപ്പോൾ എല്ലാം ഞാനിവിടെ കുപ്പിയിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ച് 7 ദിവസമാണ് ഞാനിത് സൂക്ഷിച്ചത്. 7 ദിവസത്തിന് ശേഷം നമുക്കൊന്ന് നോക്കി നോക്കാം. ഇത് ഞാൻ എടുക്കുന്നത് 7ാമത്തെ ദിവസമാണ് കേട്ടോ. കണ്ടോ, ഇടയ്ക്കൊക്കെ ഞാനൊന്ന് ഇളക്കിയൊക്കെ കൊടുത്തിരുന്നു. കുപ്പിയൊന്ന് ചെറുതായിട്ട് കുലുക്കിയൊക്കെ കൊടുത്തിരുന്നു. പിന്നെ ഇളക്കുന്ന സമയത്തും തടിയുടെ സ്പൂൺ തന്നെ ഉപയോഗിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഏത് സ്പൂണാണ് എടുക്കുന്നത് അതൊന്ന് വെള്ളമയം ഇല്ലാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളുടെ വൈൻ ഈ ഒരു രീതിയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് മട്ടടിയിലും മുകളിൽ വൈനും അതിൻ്റെ മുകളിലും നമ്മളുടെ പ്ലമ്മുമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ. അരിച്ചെടുക്കുമ്പോഴും തുണിയിലോ അല്ലെങ്കിൽ വെള്ളമൊന്നും ഇല്ലാത്ത അരിപ്പയൊക്കെ ഉപയോഗിച്ച് വേണം അരിക്കാനായിട്ട്. അതും ശ്രദ്ധിക്കുക. അപ്പം വെള്ളമയം ഇല്ലാത്തൊരു പാത്രത്തിലേക്ക് നമുക്ക് അരിച്ചൊഴിക്കാം. അതിനുശേഷം തുണിയിൽ വേണമെങ്കിലും പിഴിഞ്ഞൊഴിക്കാം കേട്ടോ. ഞാനിവിടെ തുണിയിൽ പിഴിഞ്ഞൊഴിക്കുന്നില്ല, അരിപ്പയിലൂടെ അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന, ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്നൊരു കിടിലൻ വൈനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ടേസ്റ്റാണ്, നല്ലൊരു കളറാണ്. പിന്നെ നമുക്ക് ആദ്യമേ ഈ ഒരു കളറിലേക്ക് വരണം എന്നില്ല കേട്ടോ. ഇരിക്കും തോറും ഇത് കളർ കൂടി വരും. നമ്മൾ വാങ്ങിച്ച ആ പ്ലമ്മിൻ്റെ കളറിലേക്ക് തന്നെ നമുക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മളുടെ വൈന് കിട്ടുന്നതായിരിക്കും. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഉണങ്ങിയ കുപ്പികളിൽ മാത്രം സ്റ്റോർ ചെയ്യുക. അതുപോലെ തന്നെ
വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാൻ മടിക്കരുത്. പിന്നെ തുടർന്ന് വന്ന വീഡിയോസൊക്കെ കാണാനും മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.